ദൈവത്തിന്റെ പരിശുദ്ധ തിരുനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 34 മുതലുള്ളതായ തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി എടുത്തിട്ടുള്ളത്. യേശു തമ്പുരാൻ അപ്പോസ്തലന്മാരെ ദൗത്യങ്ങൾ നൽകി ലോകത്തിലേക്ക് അയക്കുകയാണ്. അവരെ പോകുന്നതിന് മുമ്പ് അവരെന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. യേശു തമ്പുരാൻ ഈ അപ്പോസ്തലന്മാരെ പല ദേശങ്ങളിലേക്ക് അയക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ നേരിടാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് യേശു തമ്പുരാൻ അവരെ പഠിപ്പിച്ചു. 10-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ യേശു തമ്പുരാൻ തന്റെ പ്രബോധനത്തിലൂടെ ശിഷ്യന്മാർക്ക് അടിവരയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിനേക്കാൾ അല്ലെങ്കിൽ തന്നേക്കാൾ കുടുംബത്തിലോ കുടുംബത്തിലുള്ളവർക്കോ പ്രാധാന്യം കൊടുത്താൽ അവന് ക്രിസ്തുവിന് യോഗ്യനായിരിക്കുകയില്ല. അപ്പോൾ ക്രിസ്തുവിന് വിധേയനായിരിക്കുന്നവൻ കുടുംബത്തിലുള്ള അപ്പനേക്കാളും അമ്മയേക്കാളും മക്കളെക്കാളും ക്രിസ്തുവിന്റെ ദൗത്യത്തിന് പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ ക്രിസ്തു ദൗത്യത്തിന് പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരുവൻ ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ യേശുവിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് തന്റെ ദൗത്യം പേറുന്ന അപ്പോസ്തലന്മാര് ലോകത്തിലേക്ക് പോകുമ്പോൾ അവര് കുടുംബത്തെ കൂടെ മറന്നിട്ടാ പോകുന്നത്. അതെങ്ങനെയാ കുടുംബത്തെ മറക്കുക? ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ദൈവം തമ്പുരാന് തന്റെ മാതാവിനെയും പിതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരങ്ങളെയും പൂർണ്ണമായി സമർപ്പിച്ചിട്ട് സ്വതന്ത്രമായി സുവിശേഷവുമായി ഇറങ്ങുക, സുവിശേഷത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇതാണ് ഒന്നാമത്തേതായ പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും നാം കാണുന്നത് യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വന്തം സുഖ സൗകര്യങ്ങളെക്കാൾ കൂടുതൽ തന്നെ സ്നേഹിക്കണം, തനിക്ക് വിധേയരായിരിക്കും. വീണ്ടും നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്, സ്വന്തം ജീവിതത്തെക്കാൾ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കണം ക്രിസ്തുവിന്റെ ശിഷ്യൻ. അതായത് സ്വയം പരിത്യജിച്ച് തന്റെ തന്റെ മുമ്പിൽ വരുന്ന കുരിശുകളെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കണം. കുരിശെന്ന് പറയുന്നത് ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതായ ത്യാഗങ്ങളാണ്, കഷ്ടപ്പാടുകളാണ്. സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ആഹാരം കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പോൾ യാത്ര ചെയ്യാൻ വാഹനം കിട്ടിയെന്ന് വരത്തില്ല, ടീയെ കിട്ടിയെന്ന് വരത്തില്ല. ഈ ജീവിത യാത്ര അനുഗ്രഹിക്കപ്പെട്ടതാകണമെങ്കിൽ ഇതെല്ലാം ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ടുള്ള യാത്രയാകണം. ഇതാണ് യേശു തമ്പുരാൻ പറഞ്ഞു പഠിപ്പിക്കും. അപ്പോൾ തനിക്ക് വേണ്ടി ലോകത്തിലുള്ള മാതാപിതാക്കളെയും കുടുംബത്തെയും ഒക്കെയും വിട്ടുകളയുക. രണ്ടാമത് പറയുന്നത്, സ്വന്തം സുഖസൗകര്യങ്ങളെക്കാൾ കൂടുതൽ ദൈവരാജ്യത്തെ ദൈവഹിതത്തെ സ്വീകരിക്കുക. മൂന്നാമത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, സ്വന്തം ജീവനേക്കാൾ കൂടുതലായി ദൈവഹിതത്തെ മാനിക്കുന്ന വ്യക്തികളായി മാറും. എന്നിട്ട് കർത്താവ് അവസാന ഭാഗത്ത് പറയുന്നത്, തന്റെ ശിഷ്യൻ എന്ന് കരുതി ഒരുവൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അനുഗ്രഹമുണ്ടാകും. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അത് ഒരു കാരണമായി തീരും. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷെങ്കിൽ ഇത് ഞാൻ ദൈവദാസന്, ദൈവത്തിന്റെ യേശുവിന്റെ ഐക്യപ്പെട്ട ഒരു വ്യക്തിക്ക് ഞാൻ കൊടുക്കുന്നു എന്ന് കരുതി നമ്മുടെ മുമ്പിൽ വിശന്നു വരുന്നവനും ദാഹിച്ചു വരുന്നവനും
വെള്ളവും ആഹാരവും കൊടുക്കുമ്പോൾ കർത്താവിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതൊക്കെ തന്നെയാണ്. യേശുവിനു വേണ്ടി ലോകത്തെ ഉപേക്ഷിക്കുക, യേശുവിനു വേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിത ജീവിതം നയിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശിഷ്യന്മാര് ലോകത്തിലേക്ക് പോയി യേശുവിന്റെ സന്ദേശം അറിയിച്ചു. അതുപോലെ നാം ഏവരും ക്രിസ്തുവിന്റെ സന്ദേശവാഹകരാണ്. നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ സന്ദേശം സ്വീകരിച്ച് നമ്മുടെ കുടുംബത്തെ ദൈവഹിതത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ നാമും നമ്മുടെ കുടുംബവും ക്രിസ്തു സന്ദേശവാഹകരായി മാറും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ